അങ്ങനെ ഇതേ കറങ്ങി തിരിഞ്ഞ് വീണ്ടും തിങ്കളാഴ്ച എത്തി. എന്റെ തിങ്കളാഴ്ച ദിവസം തുടങ്ങുന്നത് ഏകദേശം ഒരു 8:45 കൂടിയാണ് കേട്ടോ. ഏകദേശം ആ സമയത്ത് തന്നെ ഇവളും എണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് ടെറസിലേക്ക് കയറി. എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ, 5 തുണിയും കൊണ്ട് വിരിച്ചിടാനായിട്ട് 3 ക്ലിപ്പുമാണ് എന്റെ ഉള്ളത്. ബാക്കി പിന്നെ ഞാനുണ്ടല്ലോ ഈ ഒരു ക്ലിപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. വിരിച്ച തുണി കുറച്ചങ്ങ് ക്യൂട്ടായിട്ട് ഇരുന്നോട്ടെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇതേ നല്ല എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഓയിൽ യൂസ് ചെയ്തതിന്റെ ശേഷം എന്റെ ഹെയർ ഫോൾ ഇതേ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അത് ഇത്രയുള്ള ഇപ്പൊ. പിന്നെ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കാന്ന് വെച്ചിട്ട് നേരെ അടുക്കളയിൽ കയറിയപ്പോഴാണ് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നീ ഫുഡ് ഒന്നും കൊണ്ടുവരണ്ട, ഞാൻ ഇന്നലത്തെ ഈസ്റ്ററിന്റെ പങ്ക് കൊണ്ടുവരാം. അതും കൂടെ കേട്ടപ്പോ മുന്നും പിന്നും നോക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയേ. പിന്നെ ഇതേ ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഇതിപ്പോ എന്റെ കൂടപ്പിറപ്പ് പോലെ കേട്ടോ, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവേ. കുളിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഓട്ടോയിൽ കയറി എന്റെ അവസ്ഥയാട്ടോ ഇത്. ആ കാറ്റോണ്ടാണെങ്കിൽ എന്റെ മുടി ആകപ്പാടെ പറഞ്ഞു പോയിട്ട്, ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുന്ന മുടിയല്ല എന്റെ. അപ്പൊ എന്റെ തിങ്കളാഴ്ചത്തെ രാവിലെകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.